എല്ലാവർക്കും നമസ്കാരം. എംപ്ലോയ്മെന്റിനെ കുറിച്ച് എന്താണ് ഇന്നും സൂചിപ്പിക്കുന്നത്? ഞാൻ കലാം സർവകല അബ്ദുൽ കലാം. അതായത് ഒരു രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ്. ഞാൻ രജിസ്ട്രേഷനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ലാതെ തന്നെ അവരുടെ ഹോം പേജിൽ തന്നെ അതിന് സംവിധാനമുണ്ടെന്നുള്ളതാണ്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റ് ഈ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന സീനിയോറിറ്റി ലിസ്റ്റ്, ലോഗിൻ, ജോബ് സീക്കർ റിന്യൂവൽ, ജോബ് സീക്കർ ലോഗിൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ജോബ് സീക്കർ റിന്യൂവലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് അടുത്ത ഒരു പേജിലേക്ക് പോകുന്നത് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണ് താമസിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് വരുന്ന എക്സ്ചേഞ്ച്, ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പേരുകൾ അവർ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണാത്ത വേറെ ഒന്നും കൂടി കാണാം, പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നുണ്ട്. അതായത് പ്രൊഫഷണൽ ഡിഗ്രി ചേർത്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടി നിങ്ങളുടെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അതും കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ലോക്കൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു കാർഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വേറെ രജിസ്റ്റർ ഉണ്ടാവും. അത് പ്രൊഫഷണൽ ഉള്ളവർക്ക് കുറിച്ച് ഞാൻ വേറെ ദിവസം പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൂടി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴത്ത് വേണ്ടത് രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. 2017 ശേഷമുള്ള എല്ലാ രജിസ്ട്രേഷൻ പറഞ്ഞാൽ 2017 ബാർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറാണ് ഉണ്ടാവുക. അതേസമയത്ത് 2017 മുമ്പുള്ളതാണെങ്കിൽ ഇയറിന്റെ 2 ഡിജിറ്റ് ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, ബാർ ഇട്ടിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇയറിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് ഉണ്ടാവും, പെൺകുട്ടികളാണെങ്കിൽ W എന്ന് കൂടിയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല എന്നും കൂടി മനസ്സിലാക്കണം. നിങ്ങളപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ചിലവർ അത് പഴയ നമ്പറൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ്. പഴയ നമ്പർ റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ നമ്പറാണ് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്. അതിന് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എല്ലാം തന്നെ അവിടെ ഉണ്ടാവുന്നതാണ്. അത് കറക്റ്റായി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴത്ത് വരേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാപ്ചർ അടിച്ചു കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്. അപ്പോൾ ഇത് തെറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്ന് രജിസ്ട്രേഷൻ നമ്പറാണ്, അതിന്റെ ഫോർമാറ്റ് തെറ്റിയിട്ടുണ്ടാവാൻ അങ്ങനെയാണ് സംഭവിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നിങ്ങൾ ആ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആണെങ്കിലാണ് അതിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ക്യാപ്ച അടിച്ച ശേഷം മാറ്റുന്നുണ്ട് എങ്കിൽ ആ ക്യാപ്ചയും കൂടി മാറ്റേണ്ടതുണ്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് മാറ്റം വരുത്തിട്ട് ആ സെയിം ക്യാപ്ചയോട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങളുടെ പേര് വരും, ഡേറ്റ് ഓഫ് ബർത്ത് വരും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരും. ഏറ്റവും അവസാനം ഒരു ഇതുണ്ടാവും, അവസാനം ഒരു ബട്ടൺ ഉണ്ടാവും, റിന്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി റിന്യൂ വരും. അതിന്റെ ID കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ എടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ അല്ലേ, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എംപ്ലോയ്മെന്റ് ഈ പറയുന്ന പുതുക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് മെനക്കെട്ടിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോകണ്ടല്ലോ. ഒരു മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് പുതുക്കാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പുതുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ആ ഡീറ്റെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് മൊബൈലിൽ കൂടി തന്നെ പുതുക്കാൻ പറ്റും, നിങ്ങൾ അവിടെ പോകേണ്ടതില്ല എന്നുള്ളതാണ്. ലൈവായിട്ടുള്ള കാർഡുകളാണ് പുതുക്കാൻ പറ്റുക എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.